CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങി. 3 ദിവസങ്ങളിലായി ചിറ്റൂരിലാണ് ജില്ലാ സമ്മേളനം നടന്നത്. മേട്ടുപ്പാളയത്ത് നടന്ന പൊതുസമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായത്. പച്ചമലഗാന്ധി സമ്മാനിക്കുന്ന നെൽപ്പാടങ്ങളും ഈ ചിറ്റൂരിന്റെ മണ്ണിൽ CPIMന്റെ ഐതിഹാസികമായ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രതിനിധി സമ്മേളനത്തിനിടെ സർക്കാരിന്റെ വീഴ്ചയും നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയുള്ള അഭിപ്രായങ്ങളും പ്രതിനിധികൾ ഉന്നയിച്ചതൊഴിച്ചാൽ വിഭാഗീയതകളൊന്നും പ്രകടമാകാതെയാണ് CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങിയത്. രാവിലെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് ശേഷം വൈകിട്ട് തത്തമംഗലം പെൻകോസ് മൈതാനിയിൽ 14,000 പേർ അണിനിരുന്ന റെഡ് വളണ്ടിയർ മാർച്ചോടെ പൊതുസമ്മേളനം തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും നവീകരിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് CPM ലക്ഷ്യം വെക്കുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPMന്റെ ലക്ഷ്യം കൃത്യമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി കർഷകരുടെയും കർഷകത്തൊഴിലാളികളുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്നത്. കോൺഗ്രസ്, BJP അടക്കമുള്ള ഭരണവർഗ പാർട്ടികൾ അധികാരത്തിനും ജാതീയതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാലത്ത് പ്രസക്തി വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സവർണർ, അവർണർ, ചണ്ടാലൻ എന്നിങ്ങനെ മനുഷ്യനെ ജാതിയുടെ പേരിൽ വേർതിരിച്ചുകൊണ്ട് സവർണ മേധാവിത്വം സ്ഥാപിക്കാനാണ് മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണമെന്ന് MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃതി നടപ്പിലാക്കാനാണ് BJP, RSS സംഘപരിവാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ പാർട്ടി അധ്വാനിക്കുന്ന വർഗത്തെ മുന്നോട്ടേക്ക് നയിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പം കർഷക ജനവിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ ഫ്യൂഡൽ ജീർണതയെ അവസാനിപ്പിക്കാനായില്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിലും ഏറ്റവും പ്രമുഖമായ സ്ഥാനം ജാതിക്ക്. ജാതി ശ്രേണി, ആയിരക്കണക്കിന് ജാതികളുണ്ട്, ഉപജാതികളുണ്ട് ഈ ഇന്ത്യയിൽ. ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക് ഓർഡറാണ്, അതിൻ്റെ ഭാഗമാണ്, ബ്രാഹ്മണവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾപ്പെടെയുള്ള സവർണർ, അതിൻ്റെ താഴെ നിൽക്കുന്ന അവർണർ, അതിൻ്റെയും ഏറ്റവും അവസാനം നിൽക്കുന്ന ചണ്ടാള വിഭാഗം, അതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം. അതിൻ്റെ അപ്പുറം നിൽക്കുന്ന OAC, OBC എന്നെല്ലാം പറയുന്ന പിന്നോക്ക സമുദായം. ഇതെല്ലാം ഏതാണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദു ജനവിഭാഗങ്ങളിൽ 85% വരും. 15% ഉള്ളൂ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ചേർന്നിട്ട്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമൂഹം മുമ്പോട്ടേക്ക് പോകുന്നതിന് അടിസ്ഥാനമാവുന്ന ഈ ഭരണഘടന വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ ഭരണഘടന അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്ന ഒരഭിപ്രായവും ഉള്ളവരല്ല ഞങ്ങൾ. ഇനി അതിൻ്റെ മേലെ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഭരണഘടനയിൽ ഇപ്പോഴത്തന്നെ 100 കണക്കിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറ്റം വേണം, മാറ്റമുണ്ടാവാം. എങ്ങനെയായിരിക്കണം മാറ്റത്തിൻ്റെ അടിസ്ഥാനം? മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ പാവപ്പെട്ട തൊഴിലാളികൾ, കൃഷിക്കാർ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഈ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റം ഇനിയും വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ MP, AK ബാലൻ, നേതാക്കളായ MP രാജേഷ്, NN കൃഷ്ണദാസ്, KS സലീക, മറ്റു ഭാരവാഹികൾ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.